നമസ്കാരം. 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലേക്ക് സ്വാഗതം. 4ാമത്തെ യൂണിറ്റായ മാനവികതയുടെ മഹാഗാഥകൾ എന്നതാണ് നമ്മൾ ഇന്നെടുക്കുന്നത്. അതിലെ ആദ്യത്തെ പാഠമാണ് മാനവികതയുടെ തീർത്ഥം. നമ്മുടെ കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു മഹാസംഭവം തന്നെയായിരുന്നു, ഒരു ചരിത്ര സംഭവം തന്നെയായിരുന്നു 2018 നടന്ന ആ ഒരു പ്രളയം. ആ പ്രളയത്തെ അടിസ്ഥാനമാക്കി ആ പ്രളയം വിതച്ച ദുരന്തങ്ങളും അതിനുശേഷം അതിനെ അതിജീവിക്കാൻ നാം നടത്തിയ ഒരു പോരാട്ടങ്ങളുമാണ് ഈ ഒരു ലേഖനത്തിൽ വൈശാഖൻ കുറിക്കുന്നത്. പ്രളയാക്ഷരങ്ങൾ എന്ന ആ കൃതിയുടെ ഒരു ആമുഖമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്കെല്ലാം വളരെ പരിചയമുള്ള ഒരു പ്രതിഭാസമായിരുന്നു 2018 നാം അനുഭവിച്ച ആ ഒരു പ്രളയവും ദുരന്തങ്ങളും അതിനെ നാം അതിജീവിച്ച മാർഗങ്ങളും. അപ്പോൾ അതിനെക്കുറിച്ചാണ് മാനവികതയുടെ തീർത്ഥം എന്നുള്ള ഈ ലേഖനത്തിൽ പറയുന്നത്. നാം എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? മാനവികത. അപ്പോൾ അന്ന് എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി നിന്നു. പണക്കാരും പാവങ്ങളും വലിയ ആളുകളും ചെറിയ ആളുകളും എന്ന് വേണ്ട സകല ആളുകളും ആ പ്രളയത്തിന് മുന്നിൽ വിറങ്ങലിച്ച് നിന്ന ആ ഒരു സന്ദർഭം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആ ഒരാമുഖ ലേഖനമാണ് ഇതിനകത്ത് ഉള്ളത്. 2018 ഓഗസ്റ്റിലുണ്ടായ പ്രളയം കേരളത്തിൻ്റെ ഓർമ്മയിൽ ഒരു പേടി സ്വപ്നമായി അവശേഷിക്കും. വിവരണാതീതമായ ദുരിതങ്ങളിൽ കൂടിയാണ് കേരള ജനത കടന്നു വന്നത്. പ്രളയ ദുരിതം നേരിട്ട് അനുഭവിക്കാത്തവരും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ദിനപത്രങ്ങളിലൂടെയും വേദനാജനകമായ അനുഭവങ്ങൾ പങ്കുവച്ചു. ദിനം പ്രതി വന്ന വാർത്തകൾ മനുഷ്യസ്നേഹികളുടെ ഉറക്കം കെടുത്തി. ദുരിതം വിതച്ചെങ്കിലും കേരളീയൻ്റെ നവോത്ഥാന മനസ്സ് ഉണർന്നെണീറ്റുകൊണ്ട് ജീവരക്ഷയ്ക്കായി പ്രളയജലത്തിലേക്ക് ഇറങ്ങി. ജാതി മത രാഷ്ട്രീയ പരിഗണനകൾ ഏതുമില്ലാതെ രക്ഷാപ്രവർത്തകർ പ്രവർത്തിച്ചതുകൊണ്ടാണ് മരണസംഖ്യയും മറ്റും കുറയ്ക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പ്രകൃതിയുടെ ആ ഒരു വികൃതി അല്ലെങ്കിൽ പ്രകൃതിയുടെ ആ ഒരു ആക്രമണം കേരള ജനത എങ്ങനെയാണ് ഒറ്റക്കെട്ടായി നിന്ന് എതിർത്തത്, അതിനെ ചെറുത്ത് നിന്നത് എന്നതാണ് ഇവിടെ പറയുന്നത്. നാം നേരിട്ട് ചിലപ്പോഴെങ്കിലും ഇത് പ്രളയത്തിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ച് കാണില്ല. പക്ഷേ പ്രളയം മലവെള്ളപ്പാച്ചിൽ പോലെ മലവെള്ളം വരുന്ന ആ ഒരു വെള്ളം, അതിൻ്റെ മുന്നിൽ പ്രാണനും കൊണ്ട് ഓടുന്ന ജനങ്ങൾ, സർവസ്വവും ഇട്ടെറിഞ്ഞ് ഓടുന്ന ആളുകൾ, അതെല്ലാം നമ്മുടെ കണ്ണിൽ ഒരു വേദനാജനകമായൊരു കാഴ്ചയായി, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയായി. അപ്പോഴെങ്ങനെയാണ് മനുഷ്യസ്നേഹികളുടെ മനസ്സിൽ എന്നും അതൊരു തീരാവേദനയായിട്ട് നിലകൊണ്ടു. നേരിട്ട് അനുഭവിച്ചവരും അനുഭവിക്കാത്തവരും എല്ലാം ആ ദുരിതം കണ്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ചെയ്തത്. സർക്കാർ സുരക്ഷാ സംവിധാനങ്ങളും മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും ജീവരക്ഷയ്ക്കായി എത്തിയപ്പോൾ നിങ്ങൾ ഏത് ജാതിയാണ്, ഏത് മതമാണ് എന്നാരും ചോദിച്ചില്ല. ചികിത്സിക്കാനെത്തിയ ഡോക്ടർമാരോടും. അങ്ങനെ തികച്ചും മതേതരവും മാനവികതയിൽ ഉറച്ചു നിൽക്കുന്നതുമായ ഒരു പുതിയ യുഗപ്പിറവിയായി മാറി ദുരന്തം വിതച്ച പ്രളയം. കേരളഭൂമിയിൽ വിതച്ച ആ ദുരന്തം വിതച്ച പ്രളയം അതിനെ മനുഷ്യനെ ഒറ്റക്കെട്ടായി നിൽക്കാൻ സഹായിച്ചു. എല്ലാ ആളുകളും, കേരള ജനത ഒന്നാകെ ഒറ്റക്കെട്ടായി അവർ നിന്നു. അത് ലോക ജനതയ്ക്ക് തന്നെ ഒരു പാഠമായിരുന്നു, ഒരു മാർഗദർശകമായിരുന്നു. 1924 മഹാപ്രളയത്തെക്കുറിച്ച് ബാല്യകാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അക്കാലത്ത് പാലാഴിയിലായിരുന്നു ഞങ്ങളുടെ കുടുംബം. സ്ഥിരമായി മഴക്കാലത്ത് വെള്ളപ്പൊക്കമുണ്ടാകുന്ന വെള്ളപ്പാട്ട് എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. മീനച്ചിലാറ്റിൽ മഴക്കാലത്ത് പെട്ടെന്ന് വെള്ളം മുങ്ങും. തവള മുള്ളിയാൽ വെള്ളപ്പൊക്കം എന്നാണ് അവിടത്തുകാർ തമാശയായി പറയാറുള്ളത്. 1924 വെള്ളപ്പൊക്കത്തെക്കുറിച്ച് കേട്ടിട്ടുള്ള ഞാൻ 1946 വെള്ളപ്പൊക്കം നേരിട്ട് അനുഭവിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പ്രളയം ഇതിനു മുമ്പ് നമ്മൾ കേട്ടറിഞ്ഞിട്ടേ ഉള്ളൂ. 1924 ലേഖകൻ ഇങ്ങനെയുള്ളൊരു മഹാപ്രളയത്തെക്കുറിച്ച് കേട്ടറിഞ്ഞത്. അദ്ദേഹം 1946 ഇത് നേരിട്ട് കണ്ട് അനുഭവിച്ചു. ഇന്ന് നമ്മുടെ ആ ഒരു യുഗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാലത്ത് നാമും ഈ ഒരു മഹാപ്രളയത്തെ നേരിട്ട് അനുഭവിച്ചു. ഒരു രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ഞങ്ങൾ കുട്ടികളെ അച്ഛൻ വിളിച്ചുണർത്തിയപ്പോൾ വെള്ളം ഞങ്ങൾ കിടന്നുറങ്ങി കട്ടിലിൻ്റെ താഴെ വരെ എത്തിയിരുന്നു. അച്ഛനും അയൽവാസികളും ചേർന്ന് കട്ടിലുകളും മരസാമാനങ്ങളും മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ വളരെ ധൃതിപ്പെട്ട് കയറുകൊണ്ട് കൂട്ടിക്കെട്ടി. ഞാനും 2 സഹോദരിമാരും
കൗതുകത്തോടെയും അല്പം പേടിയോടെയും മേശയ്ക്കുമേൽ തണുത്തു വിറച്ച് കുത്തിയിരുന്നു. അകലെ നിന്ന് ആളുകൾ കൂക്കി വിളിക്കുന്നത് കേൾക്കാമായിരുന്നു. പട്ടിയുടെ ഓരിയിടലും തുടർച്ചയായി കേട്ടു. അയൽപക്കക്കാരുമൊക്കെ സഹകരിച്ച് കുട്ടികളെ തോളിൽ കയറ്റി കുന്നിൻ മുകളിലെ അണ്ണാച്ചിയുടെ വീട്ടിലെത്തിച്ചു. കലക്കവെള്ളത്തിനും ചാറ്റൽ മഴയ്ക്കുമിടയിൽ കൂരിരുട്ടത്ത് ചൂട്ടുവീശി നെഞ്ചുവരെ വെള്ളത്തിൽ അവർ നടന്നു. ചുറ്റും വെള്ളം പെരുകി വന്നു. ഇരുട്ടിലെ വെള്ളപ്പൊക്കം. 1946 ആ വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് ലേഖകൻ ഓർക്കുന്നത്. അന്ന് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾ ആണ്. അന്ന് ആ വെള്ളപ്പൊക്കം കട്ടിലിൻ്റെ തലയ്ക്കൽ വരെ വെള്ളപ്പൊക്കം എത്തി. ആ സമയത്ത് എങ്ങനെയും പ്രാണൻ രക്ഷിക്കുന്നതിനായിട്ട് അയൽപക്കക്കാരും ആളുകളും മാതാപിതാക്കളും എല്ലാവരും കൂടി ഉള്ള കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം വാരിക്കെട്ടി അവർ അവിടെ നിന്ന് ഓടുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അത് ഒരു അനുഭവമായി മനസ്സിൽ ഉണ്ട് ലേഖകൻ്റെ. അണ്ണാച്ചിയുടെ വീട്ടിൽ 4-5 കുടുംബക്കാർ അഭയം തേടിയെത്തി. അതിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്നു. അണ്ണാച്ചിയുടെ വീട്ടിൽ പലയിടത്തായി അടുപ്പുകൾ കൂട്ടി എല്ലാവരും പാചകം ചെയ്തു. പല വീടുകളിലെ പല ജാതിക്കാരായ കുട്ടികൾ വരാന്തയിൽ ഒരുമിച്ച് പുതച്ചു കിടന്നു. യക്ഷിക്കഥകൾ പറഞ്ഞു, പേടിച്ചു വിറച്ചു. സ്ത്രീകൾ മണ്ണെണ്ണ വിളക്കിന് ചുറ്റും കൂടിയിരുന്ന് വെള്ളപ്പൊക്കത്തെക്കുറിച്ച് സംസാരിച്ചു. അണ്ണാച്ചിയുടെ അമ്മയായ അമ്മുവക്കാൾ ഒരു കാരണവത്തിയെപ്പോലെ എല്ലാവരെയും ആശ്വസിപ്പിച്ചും ശകാരിച്ചും സഹായിച്ചും അവിടെ എല്ലായിടത്തും ഓടി നടന്നു. അപ്പോൾ അന്ന് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് അവരെല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ആ കുന്നിൻ മുകളിൽ അണ്ണാച്ചിയുടെ വീട്ടിൽ അവിടെ കഴിച്ചുകൂട്ടി. അയാളാകട്ടെ അയാളുടെ കുടുംബവും വരുന്നവർക്കെല്ലാം അഭയം കൊടുക്കുകയും ചെയ്തു. കുട്ടികൾ അതുവരെ രുചിച്ചിട്ടില്ലാത്ത കറികൾ പങ്കുവെച്ച് ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചു. അണ്ണാച്ചിയുടെ വീടിൻ്റെ മുറ്റത്തേക്ക് വെള്ളം കയറി. ഞങ്ങൾ ഇരിക്കുന്ന വരാന്തയിൽ വെള്ളത്തിലൂടെ ഇഴഞ്ഞു വന്ന നീർക്കോലികൾ തലവെച്ച് കയറാൻ നോക്കി. അകലെ ഞങ്ങളുടെ വീടിൻ്റെ മേൽക്കൂര മാത്രം വെള്ളത്തിന് മുകളിൽ കണ്ടു. പറമ്പും പാടവും വഴിയും എല്ലാം മൂടി കലക്കവെള്ളം മാത്രം, അനന്തമായി ചായയുടെ നിറമുള്ള ജലപ്പരപ്പ്. അന്നത്തെ കാര്യം അദ്ദേഹം ഓർമ്മിക്കുകയാണ്. അപ്പോൾ അന്ന് കുട്ടികളെല്ലാവരും തന്നെ ഒന്നിച്ചുകൂടി എല്ലാവരും സംതൃപ്തിയോടെ ഭക്ഷണം കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് അവരുടെ വീട് അതിൻ്റെ മേൽക്കൂര മാത്രമേ കാണാനുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ആ വെള്ളം വന്ന് ആർത്തിയോടെ നക്കി തുടക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ചുറ്റും നോക്കുമ്പോൾ കലക്കവെള്ളം മാത്രം, ചായയുടെ നിറമുള്ള ആ കലക്കവെള്ളം. ഒരു മഹാപ്രളയം ആയിരുന്നു അന്നുണ്ടായിരുന്നത്. 1924 വിനാശകരമായ വെള്ളപ്പൊക്കത്തിൻ്റെ എത്രയോ ഇരട്ടി വിനാശകരമായിരുന്നു 2018 പ്രളയം. കേരളത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ മനുഷ്യരെല്ലാം ഒരുപോലെയാണ് എന്ന ആശയത്തിൻ്റെ പ്രതീകങ്ങളായി. മുമ്പ് പരസ്പരം മിണ്ടുക പോലും ചെയ്തിട്ടില്ലാത്തവർ സ്വന്തക്കാരായി ഒരുമിച്ചു താമസിച്ചു. തീരാ നഷ്ടങ്ങൾക്കിടയിലും ഒരുമയുടെ സമാശ്വാസം ആളുകൾ പങ്കുവച്ചു. കേരളം ഈ ദുരന്തത്തെയെല്ലാം ധീരമായി അതിജീവിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ജനങ്ങൾക്ക് ഊർജം പകർന്നത്. അദ്ദേഹം ഓർമ്മിക്കുകയാണ്, 1924 ആ മഹാപ്രളയത്തെക്കാളും അതിഭീകരമായിരുന്നു 2018 ആ ഒരു പ്രളയമെന്ന്. അന്ന് ജനങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി ആ പ്രളയത്തെ ചെറുത്തുനിന്നു. കേരളത്തിലെ 13 ജില്ലകൾ പ്രളയക്കെടുതി അനുഭവിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, വയനാട് ജില്ലകൾ അതിരൂക്ഷമായ കെടുതികളിലൂടെ കടന്നുപോയി. 500ഓളം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. 3,91,494 കുടുംബങ്ങളിൽ നിന്നായി 14,50,707 പേർ വരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവിക്കേണ്ട വിധം പ്രളയം രൂക്ഷമായി. പലരും ബന്ധുവീടുകളിൽ അഭയം നേടി. 1/2 കോടിയോളം ജനങ്ങൾ കെടുതികൾ നേരിട്ട് അനുഭവിച്ചു. ഒരുപാട് ഭവനങ്ങൾ തകർന്നു. വീട്ടുപകരണങ്ങൾ ഉപയോഗശൂന്യമായി. രേഖകൾ നഷ്ടപ്പെട്ടവർ നിരവധി. സമാനതകളില്ലാത്ത ഒരു പ്രകൃതി ദുരന്തത്തെയാണ് കേരളം അഭിമുഖീകരിച്ചത്. ഇപ്പോൾ 2018 ആ ഒരു ദുരന്തം അതിഭീകരമായിരുന്നു എന്നാണ് അദ്ദേഹം അനുഭവിച്ചറിഞ്ഞത്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അത്രയും ഭയങ്കരമായിരുന്നു ആ ഒരു ദുരിതം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും ലോകമെമ്പാടുമുള്ള മലയാളികളും കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പണവും വസ്തുവകകളും ഇങ്ങോട്ടെത്തിച്ചു. കേരള സർക്കാർ മാതൃകാപരമായ രീതിയിൽ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ വിസ്മയത്തോടെയാണ് ഇതെല്ലാം നോക്കിക്കണ്ടതും റിപ്പോർട്ട് ചെയ്തതും. ഇപ്പോൾ ഫിനിക്സ് പക്ഷിയെപ്പോലെ കേരളം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ക്ലേശകരമായ പാതയിലാണ്.
മനുഷ്യ സ്നേഹം നിറയുന്ന എല്ലാ മനസ്സുകളും ഈ ഉയർത്തെഴുന്നേൽപ്പിന് പങ്കാളികളാകേണ്ടത് അനിവാര്യമായ ധർമ്മമാണ്. ഇപ്പോൾ ലോകജനത മുഴുവൻ വിസ്മയത്തോടെ കൂടിയാണ് ഈ ഒരു അനുഭവത്തെ നോക്കിക്കണ്ടത്. കേരള ജനത ഇതിനെ നേരിട്ട ആ ഒരു അനുഭവം, കേരളം മുഴുവൻ നക്കിത്തുടച്ച് പ്രളയജലം മുഴുവൻ അതിൻ്റെ ആ ഒരു അത്യാർത്തി തീരാതെ സകലതും കൊണ്ടുപോയി. ഒന്നും അവശേഷിച്ചില്ല. മനുഷ്യ ജീവിതം എത്രയോ ലക്ഷം ജീവിതങ്ങളാണ് അവിടെ നഷ്ടപ്പെട്ടത്. എത്രയോ ആളുകൾക്ക് കിടപ്പാടങ്ങൾ നഷ്ടപ്പെട്ടു, ഭൂമി നഷ്ടപ്പെട്ടു, രേഖകൾ നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട ആ ജനതയ്ക്ക് മുന്നിൽ കേരളം പകച്ചു നിന്നില്ല. അതിനെ ഒറ്റക്കെട്ടായി അവരെതിർത്തു. അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം അവർ എത്തിച്ചു. കേരള സർക്കാരും അതിന് മുന്നിട്ട് നിന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് നാം നേരിടുന്ന മറ്റൊരു ദുരന്തമാണ് മഹാമാരി, കൊറോണ 19 എന്നുള്ള ആ മഹാമാരി. അതിനെയും നമ്മൾ അത് നമുക്ക് ആ പ്രളയം വന്നത് നമുക്കൊരു ആദ്യത്തെ ഒരു പാഠമായിരുന്നു. പിന്നീട് ആ മഹാമാരി വന്നു. ആ മഹാമാരിയെ നമ്മൾ ഒറ്റക്കെട്ടായി അതിജീവിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നും. അപ്പോൾ ഏത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും, ഏത് ദുരന്തങ്ങൾ വന്നു കഴിഞ്ഞാലും കേരളം തകരില്ല, തളരില്ല എന്നുള്ള ആ ഒരു അനുഭവമാണ് നാം മറ്റുള്ളവർക്കായി കാഴ്ചവെക്കുന്നത്. എന്ത് ദുരന്തം വന്നു കഴിഞ്ഞാലും നാം അതിനെ അതിജീവിക്കുമെന്നുള്ള ആ ഒരു പാഠം. അപ്പോൾ പാഠം ഒന്നുകൂടി നന്നായിട്ട് വായിക്കുക.